ഇന്നലെ ഒക്ടോബർ 16 UN-ൻ്റെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ എല്ലാ വർഷവും കൊണ്ടാടുന്ന അല്ലെങ്കിൽ എല്ലാ വർഷവും പാലിക്കുന്ന ഫുഡ് ഡേ ആയിരുന്നു. ഭക്ഷണത്തിൻ്റെ ഭക്ഷ്യദിനമായിരുന്നു. ഏതാനും പതിറ്റാണ്ടുകളായി അവരത് തുടർന്നു പോരുന്നുണ്ട്. അതിന് ലക്ഷ്യമായി അവർ പറയുന്നത് അവരുടെ തന്നെ സൈറ്റുകളിലും അവരുടെ തന്നെ അക്നോളജ്മെൻറ്റ്സിലുമെല്ലാം അവർ പറയുന്നത് ടു റേസ് അവയർനെസ് അബൌട്ട് ഗ്ലോബൽ ഹങ്കർ, ആഗോള വിശപ്പിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുക, പ്രൊമോട്ട് ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യ സുരക്ഷ എല്ലാവർക്കും ഉറപ്പാക്കുക, അതുപോലെ തന്നെ എൻഷുർ ദാറ്റ് എവരി വൺ ഹാസ് ആക്സസ് ടു ന്യൂട്രീഷ്യസ് ഫുഡ്. എല്ലാവർക്കും എല്ലാ രാജ്യത്തിലും എല്ലാ മേഖലകളിലും ജീവിക്കുന്ന ആളുകൾക്ക് പോഷകാഹാരം കൃത്യമായി കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഈ 3 കാര്യങ്ങളാണ് അവർ ലക്ഷ്യമായി മുന്നോട്ട് വെക്കുന്നത്. ലോകം മുഴുവൻ UN-ൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നവരും അതിൻ്റെ സംഘടനകളുമെല്ലാം ഇന്നലെ ഭക്ഷ്യദിനമായി ആചരിച്ചു. സഹോദരങ്ങളെ, അതേസമയം ലോകത്തെല്ലാവർക്കും കൃത്യമായ പോഷകാഹാരം ലഭിക്കണമെന്ന് അന്താരാഷ്ട്ര സംഘടന ഉറക്കെ പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടി ഒരു ദിവസം കൊണ്ടാടുകയും ചെയ്യുന്ന അതേസമയം ലോകത്ത് കിഴക്കൻ മെഡിറ്ററേനിയൻ തീരത്തുള്ള ഒരു ചെറിയ പ്രദേശം ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും ഭീകരവും ഭയാനകവുമായ വിശപ്പിൻ്റെയും പട്ടിണിയുടെയും ദാഹത്തിൻ്റെയും നാളുകൾ എണ്ണിത്തീർക്കുകയാണ്. വിശന്നിട്ട് ആളുകൾ അവിടെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ നമ്മുടെ മക്കളെയും കൂട്ടിയിട്ട് വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയാൽ നമ്മുടെ മുന്നിലുള്ള വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ മെനു ഇങ്ങനെ മുന്നിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അതിൽ എന്ത് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ പ്രതിസന്ധി. ഏത് ഡിഷാണ് ഓർഡർ ചെയ്യേണ്ടത്, എന്താണ് കഴിക്കേണ്ടത്, ചിക്കൻ കഴിക്കണോ, ബീഫ് കഴിക്കണോ, മീൻ കഴിക്കണോ, പച്ചക്കറി കഴിക്കണോ, ഇനി അതൊക്കെ കഴിഞ്ഞ് ഡെസേർട്സ് വരുമ്പോൾ എന്താണ് കേക്ക് കഴിക്കണോ, ബ്രൗണി കഴിക്കണോ, ഐസ്ക്രീം കഴിക്കണോ, ഇതാണ് നമ്മുടെ മക്കളുടെ മുന്നിലുള്ള പ്രതിസന്ധി. വാരി വലിച്ച് ഓർഡർ ചെയ്യുകയും ഒരുപാട് ഭക്ഷണം വേസ്റ്റാക്കി കളയുകയും ചെയ്യാൻ നമുക്കോ നമ്മുടെ മക്കൾക്കോ വലിയ പ്രയാസം ബുദ്ധിമുട്ടൊന്നും മനസ്സിൽ തോന്നാറില്ല. പക്ഷെ പ്രിയപ്പെട്ടവർ, ഏകദേശം 2 വർഷത്തോളമായി ഗാസയിലെ ഉപ്പമാർ മരിച്ചുപോയ ഗാസയിലെ പിഞ്ചുകുട്ടികളുടെ ഉമ്മമാർ അവരാ മക്കൾക്ക് കൊടുക്കുന്നത് പുല്ലും അതുപോലെ അവിടെയുള്ള ചെടികളും അവിടെയുള്ള പച്ചിലകളുമെല്ലാം പറിച്ചിട്ട് അത് വേവിച്ചും വേവിക്കാതെയും അവിടെയുള്ള മക്കൾക്ക് തിന്നാൻ കൊടുക്കുകയാണ്. ആടുകളും പോത്തുകളും പശുക്കളുമെല്ലാം വിസർജിക്കുന്നത് പോലെ സ്വന്തം മക്കളുടെ വിസർജം കാണേണ്ടി വരുന്ന ആ മാതാക്കളുടെ പതിതാവസ്ഥ പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ച് നോക്ക്. എത്രമാത്രം വേദനയുണ്ടാക്കുന്ന, എത്രമാത്രം പ്രയാസമുണ്ടാക്കുന്ന സംഗതിയാണ്. ചെറിയ പാല് കുടിക്കുന്ന മക്കൾ ദാഹിച്ചിട്ട് കരയാണ്. കൊടുക്കാൻ പാലില്ല. കാരണം ഭക്ഷണം കഴിച്ചാലേ മാറിടത്തിൽ പാലുണ്ടാവുള്ളൂ. പാലില്ല. എന്നാൽ കൊടുക്കാൻ ശുദ്ധവെള്ളം ഉണ്ടോ? അതുമില്ല. ഗാസയിൽ ഭൂമിക്കടിയിലൂടെ പോകുന്നൊരു വാട്ടർ ഫിൽട്രേഷൻ സിസ്റ്റം ഉണ്ട്. അതൊക്കെ തകർന്ന് ആ വെള്ളത്തിലേക്ക് മലിനജലങ്ങൾ കലർന്ന് അവരുടെ തന്നെ ഡ്രെയിനേജിൽ നിന്നുള്ള മലിനജലങ്ങൾ കലർന്ന് പല വീടുകളിലും ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ കറുപ്പും അതുപോലെ തന്നെ കാപ്പിയും നിറത്തിലുള്ള വെള്ളമാണ് വരുന്നത്. ഈ പാല് കുടിക്കുന്ന പിഞ്ചു പൈതങ്ങൾ കരയുമ്പോൾ ശുദ്ധമായ പച്ചവെള്ളം പോലും കൊടുക്കാനില്ലാതെ മാരകമായ രോഗം വരാൻ സാധ്യതയുള്ള ഈ വെള്ളം കൊടുക്കുക എന്നതല്ലാതെ അവരുടെ മുന്നിൽ മറ്റൊരു വഴിയുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2025 ജൂലൈയിൽ നമ്മൾക്കിവിടെ മഴ പെയ്ത് മഴയുടെ ആ തണുപ്പിൽ വിശപ്പ് കൂടി നല്ലോണം ഭക്ഷണം കഴിച്ച് ആ മഴയുടെ തണുപ്പിൽ കിടന്നുറങ്ങുമ്പോൾ 2025 ജൂലൈയിൽ അൽഷിഫ ഹോസ്പിറ്റൽ 21 പിഞ്ചു മക്കളുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. രോഗം വന്നിട്ടല്ല, ബോംബ് കൊണ്ടിട്ടല്ല, വെടി കൊണ്ടിട്ടല്ല, ആരെങ്കിലും കൊന്നതല്ല, മറിച്ച് വിശന്നിട്ട് മരിച്ചതാണ്. കുട്ടികൾ പട്ടിണി കിടക്കാൻ തുടങ്ങും, മെലിയും, അവസാനം അവരുടെ വാരിയെല്ലുകൾ വിരൽ കൊണ്ട് എണ്ണാവുന്ന രൂപത്തിലേക്ക് എത്തും, ശ്വാസം മുട്ടാൻ തുടങ്ങും,
ന്യൂട്രീഷന്റെ കുറവ് കാരണം മാരകമായ രോഗങ്ങൾ ബാധിക്കും, മാരകമായ ഇൻഫെക്ഷൻസ് ഉണ്ടാകും, അണുബാധ ഉണ്ടാകും. സ്വന്തം കുട്ടികൾ പെടഞ്ഞു മരിക്കുമ്പോൾ ആ മരണം കാണേണ്ടി വരുന്ന ഡോക്ടർമാർക്കോ മാതാപിതാക്കൾക്കോ ശുദ്ധജലം പോലും കൊടുക്കാൻ കഴിയാതെ ആ പിഞ്ചു മക്കളുടെ പട്ടിണി മരണങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന മാസങ്ങൾ ഗാസയിലെ തെരുവീതികൾ സാക്ഷ്യം വഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എത്രയോ മക്കൾ, അത് 2025 സെപ്റ്റംബറിൽ എത്തുമ്പോഴേക്ക് 2025 ജൂലൈയിൽ 21 മക്കളുടെ പട്ടിണി മരണമാണ് അൽഷിഫ ഹോസ്പിറ്റൽ റിപ്പോർട്ട് ചെയ്തതെങ്കിൽ 2025 സെപ്റ്റംബറിൽ എത്തുമ്പോഴേക്ക് 175 കുട്ടികൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് മാത്രം 5 വയസ്സും 4 വയസ്സും 6 വയസ്സും 7 വയസ്സും 3 വയസ്സും 2 വയസ്സുമുള്ള 175 മക്കൾ, തെറ്റെന്താണെന്ന് പോലും അറിയാത്ത മക്കൾ, അപരാധം എന്താണെന്ന് പോലും അറിയാത്ത മക്കൾ, നന്മ തിന്മകളുടെ ഏടുകൾ പടച്ച റബ്ബ് പോലും തുറന്നിട്ടില്ലാത്ത മക്കൾ, മാശറയിൽ ഒരു ചോദ്യത്തിനും വിധേയരാകാത്ത പിഞ്ചുപൈതങ്ങൾ, നിഷ്കളങ്കരായ മക്കൾ, 175ഓളം കുട്ടികൾ പട്ടിണി കിടന്ന് മരിച്ചു പ്രിയപ്പെട്ടവരെ. പട്ടിണി കിടന്ന് മരിച്ചു. തിന്നാൻ ഭക്ഷണമില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ, ശുദ്ധജലമില്ലാതെ, പോഷകമില്ലാതെ 175 മക്കൾ. ഇത് ഹോസ്പിറ്റലുകളുടെയും അതുപോലെ തന്നെ പലസ്തീനിയൻ ഹെൽത്ത് മിനിസ്റ്ററുടെയും മാത്രം കണക്കാണ്. കണക്കിൽപ്പെടാത്ത 10,000-കണക്കിന് മക്കൾ തെരുവീതികളിൽ ഇപ്പോഴും മരിച്ചു വീടുകൊണ്ടിരിക്കുന്നു. എയ്ഡുകൾ ഒറ്റയും തെറ്റയുമായി എത്തുന്നുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, ആ എയ്ഡുകളൊക്കെ വീട്ടിലേക്ക് എത്തുമ്പോൾ മാതാപിതാക്കൾ പട്ടിണി കിടന്നിട്ട് മക്കൾക്ക് ആ ഭക്ഷണം വെച്ച് നിട്ടാണ്. പക്ഷെ എത്രയാണ് ആ സഹായം എത്തുന്നത്? ലോകത്ത് തുല്യതയില്ലാത്ത ക്രൂരതയാണ്. ലോകത്ത് ഇന്ന് രാക്ഷസന്മാർ, പിശാചുക്കൾ, കഥകളിൽ കേട്ടുകേൾവിയുള്ള രക്തരക്ഷസുകൾ പോലും ചെയ്യാൻ മടിക്കുന്ന തരത്തിലുള്ള അതിക്രൂരവും ഭയാനകവുമായ നടപടികളാണ് ജൂതച്ചമ്മാടി രാഷ്ട്രം ഈ പറയുന്ന ഫലസ്തീനെതിരെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതവിടെ കിടക്കട്ടെ. നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് നമ്മിലേക്ക് വരാം. ഇസ്രായേൽ അവിടെ കിടക്കട്ടെ. അള്ളാഹുവിന്റെ ശാപവും കോപവും അവരിൽ ഉണ്ടാവട്ടെ. അവരുടെ പ്രവർത്തനത്തിന് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കട്ടെ. നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് എന്താ അറിയോ? AC റൂമിൽ ഇരുന്നിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റയും തുറന്നിട്ട് അറബ് രാഷ്ട്രങ്ങളെയും അവിടെയുള്ള ഭരണാധികാരികളെയും തെറി പറയുക, അവരെ കുറ്റം പറയുക. ഇതാണ് നമ്മൾ ഗാസക്ക് കൊണ്ട് ചെയ്യുന്ന വലിയ ഒരു വലിയ നന്മ, വലിയ ഗുണം. അതിൻ്റെ അപ്പുറത്തേക്ക് എന്നിട്ട് അതേ നമ്മുടെ കുടുംബത്തിലും വീട്ടിലും കല്യാണം വരുമ്പോൾ മഞ്ഞ കല്യാണവും പച്ച കല്യാണവും ചുവന്ന കല്യാണവും നീല കല്യാണവും സൽക്കാര മഹാമഹങ്ങളും ഫഖ്ർ കാണിക്കലും കസ്ർ കാണിക്കലും ഒരു കുറവുമില്ല, അതിനൊന്നും ഒരു കുറവുമില്ല. പക്ഷെ അറബ് രാഷ്ട്രങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ സ്വന്തം ജനതയെ കൊലക്ക് കൊടുത്തിട്ട് യുദ്ധത്തിനിടണം. നമുക്കതൊന്നും പറ്റൂല. നമുക്ക് നമ്മുടെ ഒരു കല്യാണം പോലും മാറ്റി വെക്കാൻ പറ്റൂല. നമ്മുടെ കല്യാണത്തിന്റെ ഒരു ആഘോഷം പോലും നമുക്ക് കുറക്കാൻ പറ്റൂല. അതൊക്കെ അതിന്റെ വഴിക്ക് വളരെ സുന്ദരമായിട്ട് നടക്കണം. നമുക്കതൊന്നും ഒരു ത്യാഗവും നമുക്ക് സഹിക്കാൻ പറ്റൂല. ആ നിലപാടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ബഫറ്റ് സിസ്റ്റം ഒക്കെ ഉള്ള കല്യാണത്തിൽ ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ക്യൂ നിന്നിട്ട് ആ ഭക്ഷണത്തിന്റെ അടുത്തെത്തും, ഭക്ഷണം വിളമ്പുന്നതിന്റെ അടുത്തെത്തുമ്പോൾ അവൻ ആദ്യം ഇങ്ങനെ ഒന്ന് വിളമ്പും, അപ്പോൾ ഒന്നിങ്ങനെ നോക്കും. രണ്ടാമതും ചങ്ങായി ഇങ്ങനെ വിളമ്പും, അപ്പോൾ അവനിങ്ങനെ നോക്കും, എന്താണ് നിനക്ക് ഇടാൻ എന്താ ഒരു മടി? പൈസ എന്നിട്ടല്ലേ നിന്നെ ഏൽപ്പിക്കുന്നത്, പിന്നെ എന്താ നിനക്ക് ഇടാനൊരു മടി? ശരിക്കും ഇടടോ. അങ്ങനെ നല്ലോണം വാങ്ങിക്കും. പ്ലേറ്റ് നിറയെ ഭക്ഷണം എടുത്ത് ഇറച്ചിയും ചോറും ഒക്കെ നിറയെ എടുത്തിട്ട് അവിടെ പോയി ഇരിക്കുന്നിട്ട് 2 വാരിൽ വാരിയിട്ട് അവിടെ ഇട്ട് പോകും. ഇത് അറിയണോണ്ടാണ് ചങ്ങായി മുഴുവൻ കൊടുക്കാത്തത്, കൂടുതൽ കൊടുക്കാത്തത്. ഭക്ഷണം വേസ്റ്റ് ആക്കാനോ ഭക്ഷണം കളയാനോ നമുക്ക് യാതൊരു മടിയും നമുക്കില്ല, ഒരു പ്രയാസവും ഇല്ല. ലോകത്ത് ഇത്രയും പട്ടിണി മരണങ്ങളും ദാരുണമായ അന്ത്യങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ കല്യാണ വീട്ടിലും സൽക്കാര മഹാമഹങ്ങളിലും പോയിട്ട് ഫുഡ് വേസ്റ്റ് ആക്കാൻ, ഭക്ഷണം വേസ്റ്റ് ആക്കി കളയാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ യാതൊരു മടിയുമില്ല. അങ്ങനെ ദൂർത്തടിക്കാണ് പടച്ചോൻ തന്നത് മുഴുവൻ. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ദൂർത്തടിക്കുന്നവർ പിശാചുക്കളുടെ സഹോദരന്മാരാണ് എന്ന് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. കല്യാണ ദിവസം ഒറ്റ ദിവസം ഇടാൻ വേണ്ടിയിട്ട്, ഒരൊറ്റ ദിവസം ധരിക്കാൻ വേണ്ടിയിട്ട് 10,000-ങ്ങളും ലക്ഷങ്ങളും വരെയുള്ള വസ്ത്രം വാങ്ങിക്കുക, അതൊരൊട്ടിട്ടിട്ട് അവിടെ അലമാരയിൽ അങ്ങോട്ട് മടക്കി വെക്കും. ഇതാണ് നമ്മുടെ ഉമ്മത്തിന്റെ കല്യാണങ്ങളുടെയും ആഘോഷങ്ങളുടെയും അവസ്ഥ പ്രിയപ്പെട്ടവരെ. ഒരിക്കലും മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം വിശപ്പിനേക്കാൾ, സ്വന്തം പ്രയാസത്തെക്കാൾ, സ്വന്തം ബുദ്ധിമുട്ടിനേക്കാൾ അവർ മറ്റുള്ളവരുടെ വിശപ്പിനെയും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടിനെയും മറ്റുള്ളവരുടെ പ്രയാസത്തെയും പരിഗണിക്കുന്നവരാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. സ്വന്തം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നവനല്ല മുസ്ലിം. ഓനത് പറ്റൂല, ഓനെ കൊണ്ടത് കഴിയില്ല.
തൊട്ടയൽപക്കത്ത് പട്ടിണിയുടെ കണ്ണുനീര് നിലനിൽക്കുമ്പോ വീട്ടിലൊരു കറി വെച്ച് സമാധാനത്തോടെ തിന്നാൻ ഒരു മുസ്ലിമിന് പറ്റൂല, പാടില്ല, അവനത് കഴിയാൻ പാടില്ല എന്നാണ് പരിശുദ്ധ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹശ്റിന്റെ 9-ാമത്തെ ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരാണ്. അല്ലാഹു പറയാൻ, വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. തങ്ങളുടെ വീടുകൾ ഒരുക്കി വെക്കുകയും തങ്ങളുടെ ഭവനങ്ങൾ ഒരുക്കി വെക്കുകയും തങ്ങളിലേക്ക് നാട് വിട്ടു വന്നവരെ, തങ്ങളിലേക്ക് പലായനം ചെയ്തു വന്നവരെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും ചെയ്തവർ, ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة. അള്ളാഹു അവർക്ക് നൽകിയ അവരുടെ റിസ്ക് ഉണ്ടല്ലോ, അവരുടെ ഭക്ഷണമുണ്ടല്ലോ, അവരുടെ പാർപ്പിടമുണ്ടല്ലോ, അവരുടെ വസ്ത്രമുണ്ടല്ലോ, അതിൽ പോലും അവരൊരു ആഗ്രഹവും കാണുന്നില്ല. അവരുടെ ആഗ്രഹങ്ങളെക്കാൾ, അവരുടെ ആവശ്യങ്ങളെക്കാൾ, അവരുടെ ആശകളെക്കാൾ അതിനു മുകളിൽ അവർ കാണുന്നത് തങ്ങളുടെ സഹോദരങ്ങളുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയുമാണ്. വലൗ കാന ബിഹിം ഖസാസ, അവരങ്ങേയറ്റം ആവശ്യക്കാരാണെങ്കിലും ശരി, അവരങ്ങേയറ്റം ദാരിദ്ര്യത്തിലാണെങ്കിലും ശരി, വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരാണോ സ്വന്തത്തിന്റെ പിശുക്കിൽ നിന്ന് രക്ഷ നൽകപ്പെടുന്നത്, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു യഥാർത്ഥ വിജയികൾ. അൻസാറുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചതാണ്. നോക്ക് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ ഈ അപ്രിഷിയേറ്റ് ചെയ്ത, അഭിനന്ദിച്ച ഈ ജനതയുണ്ടല്ലോ, ആ ജനതയുടെ ജീവിതം നമ്മളൊന്ന് എടുത്തു നോക്കണം. ഖന്തഖ് യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കം കിടങ്ങ് കുഴിക്കാൻ ഇറങ്ങി. എന്തിനായി കിടങ്ങ് കുഴിക്കുന്നതെന്നറിയോ? എന്തെങ്കിലും തോട്ടുണ്ടാക്കാനോ അല്ലെങ്കിൽ അരുവി ഒഴുക്കാനോ അല്ല, സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും കിടങ്ങ് കുഴിക്കാൻ ഇറങ്ങി. റസൂലിന്റെ അടുത്ത് ഏതാനും സഹാബികൾ വന്നിട്ട് പരാതി പറഞ്ഞു. എന്താ പരാതി അറിയോ? റസൂലെ കുറച്ചേരം റെസ്റ്റ് എടുക്കട്ടെ, ക്ഷീണമായിപ്പോയി, തളർന്നു പോയി എന്നല്ല, റസൂലെ വിശക്കണം, പ്രവാചകരെ വിശക്കുന്നുണ്ട്, ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട്. എന്നിട്ട് അവരവരുടെ കുപ്പായം ഒന്നിച്ച് കാണിച്ചു കൊടുത്തു. കല്ല് കെട്ടിയിട്ടുണ്ട്, നേരെ നിൽക്കാൻ വയ്യ, നിവർന്ന് നിൽക്കാൻ വയ്യ. കുനിഞ്ഞു പോയ ശരീരത്തെ നേരെ നിർത്താൻ വേണ്ടിയിട്ട് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ അവർക്ക് മറുപടി പറഞ്ഞത്? ഒന്നും മറുപടി പറഞ്ഞില്ല, ഒരു മറുപടിയും പറഞ്ഞില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ കുപ്പായം തിരിച്ചു പൊന്തിച്ച് കാണിച്ചു കൊടുത്തു. 2 കല്ലാണ് അവിടെ വെച്ചെട്ടിയത്, 2 കല്ലാണ് അവിടെ വെച്ചെട്ടിയത്. റസൂലിന്റെ വീട്ടിലൊന്നുമില്ല, ഒന്നും കഴിക്കാനില്ല. പക്ഷെ ഇത് കണ്ട ജാബിർ ബിൻ അബ്ദുല്ല അങ്ങേയറ്റം ദരിദ്രനാണ്. ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വാപ്പ മരിക്കുമ്പോൾ വലിയ കടങ്ങൾ ബാക്കിയാക്കിയിട്ടാണ് മരിച്ചുപോയത്. അങ്ങേയറ്റം ദരിദ്രൻ. പക്ഷെ റസൂലിന്റെ വയറ്റത്ത് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് വെച്ച് കെട്ടിയ കല്ല് കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല ജാബിർ റളിയല്ലാഹു അൻഹുവിന്. അദ്ദേഹം തന്നെ മുഴുവൻ കോടാലിയൊക്കെ അവിടെ ഇട്ടിട്ട് വീട്ടിലേക്ക് ഓടി. എന്റെ ഭാര്യയോട് ചോദിച്ചു, എന്തെങ്കിലും ഉണ്ടോ ബാക്കി? എന്തെങ്കിലും, എന്തായാലും കുഴപ്പമില്ല. ഭാര്യ പറഞ്ഞു, ഒരു ചെറിയ ആടുണ്ട്, കുറച്ച് ഗോതമ്പുണ്ട്. എന്തേ? ഒന്നുമില്ല, റസൂലിന്റെ വയറ്റത്ത് വിശപ്പ് കൊണ്ട് കല്ല് വെച്ച് കെട്ടിയത് കണ്ടിട്ടാണ് ഞാൻ വരുന്നത്, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല, നമുക്കത് റസൂലിന് പാകം ചെയ്ത് കൊടുക്കാം. അപ്പൊ ഭാര്യ പ്രത്യേകം ജാബിർ റളിയല്ലാഹുവിനോട് പറഞ്ഞതാ, 2-3 ആളുകൾ, അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ, എല്ലാവരെയും കൂടി കൊണ്ടുവന്നാൽ ആർക്കും ഒന്നും കിട്ടൂല. ജാബിർ റളിയല്ലാഹു അൻഹു വളരെ രഹസ്യമായി പതുങ്ങി റസൂലിന്റെ അടുത്ത് പോയിട്ട് റസൂലിന്റെ ചെവിയിൽ പറഞ്ഞു, നബിയെ, കുറച്ച് ഭക്ഷണം എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ പാകം ചെയ്യുന്നുണ്ട്, അങ്ങൊന്ന് വരണം, എന്നിട്ട് അതൊന്ന് കഴിക്കണം, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ, എല്ലാവർക്കും ഒന്നുമില്ല, അങ്ങും അങ്ങയുടെ കൂടെ 2-3 ആളുകൾ വന്നാൽ സുഖമായിട്ട് കഴിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പണിയായുധങ്ങൾ അവിടെ വെച്ചിട്ട് എഴുന്നേറ്റുന്നു. എന്നിട്ട് റസൂൽ ഉറക്കെ വിളിച്ചു, യാ അഹ്ല ഖന്തഖ് ഹയ്യ വഹല്ല ബിക്കും. ഖന്തഖിന്റെ ആളുകളെ, 100 കണക്കിന് മനുഷ്യന്മാരുണ്ട്, ഖന്തഖിന്റെ അഹ്ലുകാരെ, ഇത് ജാബറിന്റെ വീട്ടിൽ ഭക്ഷണമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. വിശന്ന് പൊരിഞ്ഞു നിൽക്കുന്ന സമയം തന്നോട് ഒരാൾ രഹസ്യമായിട്ട് വന്നിട്ട് ഭക്ഷണം ഉണ്ട് എന്ന് പറയുമ്പോൾ അത് തനിക്ക് മാത്രം പോരാ, തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഈ 100 കണക്കിന് ആളുകൾ ഒരു പിടിയാണെങ്കിൽ അത് മതി എന്ന ഉദ്ദേശത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്ന് റസൂൽ ജാബിറിനോട് പറഞ്ഞു, ജാബിർ, നീ വീട്ടിലേക്ക് പോയിക്കോ, എന്നിട്ട് ഭാര്യയോട് പറയും, ഞാൻ വരുന്നത് വരെ ആ പാത്രത്തിന്റെ മൂടി തുറക്കരുത്.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 700-ലധികം ആളുകൾ പോയി എന്നാണ് ഹദീസ് പറയുന്നത്. 700-ലധികം ആളുകൾ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് കയറി ആ ഭക്ഷണത്തിന്റെ മൂടി അങ്ങോട്ട് തുറന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് ഊതി അവർ കഴിക്കാൻ തുടങ്ങി. ആദ്യം 10 പേര് കഴിച്ചു, പുറത്തുപോയി. പിന്നെയും 10 പേര് കഴിച്ചു, പുറത്തുപോയി. 700 ആളുകൾ മുഴുവൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടും ആ ഭക്ഷണത്തിന്റെ പാത്രത്തിൽ അത് അങ്ങനെ തന്നെ ബാക്കിയാണ്. ഇത് എന്തിന്റെ ബർക്കത്താണെന്ന് അറിയോ പ്രിയപ്പെട്ടവരെ? ഹൃദയവിശാലതയുടെ ബർക്കത്താണ്. ഹൃദയവിശാലതയുടെ ബർക്കത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കാണിച്ച ആ സ്നേഹത്തിന്റെയും ആ കൂട്ടിച്ചേർക്കലിന്റെയും നന്മയുടെ ഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ കരങ്ങളിലൂടെ ലോകത്തിന് വെളിവാക്കി കൊടുത്ത മുഅ്ജിസത്തിന്റെ അധ്യായമാണത്. അങ്ങനെയുള്ള ബർക്കത്ത് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആരാന്റെ വിശപ്പ് കാണാൻ നമ്മൾ തയ്യാറാവണം, ആരാന്റെ വേദന കാണാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു റസൂലിന്റെ സദസ്സിലേക്ക് വളരെ വയസ്സായ വൃദ്ധനായ ഒരു മനുഷ്യൻ വരെയാണ്. എന്നിട്ട് പറയാണ്, നബിയെ എനിക്ക് വിശക്കുന്നുണ്ട്, ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട്. റസൂൽ ആ മനുഷ്യരെ കൂട്ടിക്കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷെ അല്ലാഹു റസൂലിന്റെ വീട്ടിൽ ഒന്നുമില്ല കൊടുക്കാൻ. ഒരു ഈത്തപ്പഴം പോലും ഇല്ല റസൂലിന് ആ മനുഷ്യനെ കൊടുക്കാൻ. നിസ്സഹായനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളിലേക്ക് നോക്കി, സഹാബത്തിലേക്ക് നോക്കി. എന്നിട്ട് ചോദിച്ചു, ആരാ ഇയാളെ കൊണ്ടുപോകുക? ആർക്കാണ് ഇയാൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുക? തൽഹ റളിയല്ലാഹു അൻഹു എന്നിട്ട് പറഞ്ഞു, റസൂലെ ഞാൻ കൊണ്ടുപോകാം. ത്വൽഹന്റെ വീട്ടിൽ എന്താ ഉള്ളത്? ത്വൽഹക്കും അദ്ദേഹത്തിന്റെ ഭാര്യക്കും അദ്ദേഹത്തിന്റെ മക്കൾക്കും കഴിക്കാനുള്ള കുറച്ച് ഭക്ഷണം കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, മക്കളെ വിശപ്പിൽ ഉറക്കുക, മക്കളെ കിടത്തി ഉറക്കി. മക്കളും അത് പറഞ്ഞാൽ മനസ്സിലാക്കി, ഭാര്യയും മനസ്സിലാക്കി. നമ്മുടെ വീട്ടിലെ ഇതൊക്കെ അവസ്ഥ എന്തായിരിക്കും? നമ്മളുടെയും നമ്മുടെ ഭാര്യമാരുടെയും എല്ലാവരുടെയും അവസ്ഥ എന്തായിരിക്കും? ഇതൊക്കെ ടോളറേറ്റ് ചെയ്യാനുള്ള ഈമാന്റെ 10 നമ്മുടെ വീടുകളിൽ ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഉണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യണം. എന്നിട്ട് ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് ഭാര്യ പറഞ്ഞു കൊടുക്കാണ്, ഒരാൾക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള ഭക്ഷണം ഇവിടെ ഉണ്ടാവുള്ളൂ, നമ്മളൊക്കെ കഴിക്കാതിരിക്കുന്നുണ്ടായി മനുഷ്യൻ കഴിക്കൂല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വിളക്കിന്റെ തിരി അണക്കണം ഭക്ഷണം കഴിക്കാൻ നേരത്ത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കണം, കഴിക്കുന്നത് പോലെ നടിക്കണം. എന്നാൽ നമ്മളും ഒരുമിച്ച് കഴിക്കുന്നുണ്ട് എന്ന തെറ്റിദ്ധാരണയോടെ ആ മനുഷ്യൻ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും. അദ്ദേഹം കഴിക്കട്ടെ. അങ്ങനെ അവരിരുന്നു, വിളക്കണച്ചു. ത്വൽഹാന്റെ കൂടെ ഇരുന്നു, ഭക്ഷണം കഴിക്കുന്നത് പോലെ നടിച്ചു. മനസ്സങ്കോചമില്ലാതെ ആ അതിഥി വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. അദ്ദേഹം തിരിച്ചുപോയി. അള്ളാന്റെ റസൂലിന്റെ സദസ്സിലേക്ക് പിറ്റേ ദിവസം ത്വൽഹ റളിയല്ലാഹു അൻഹു എത്തുമ്പോൾ ജിബ്രീൽ വന്നിട്ടുണ്ടായിരുന്നു. തലേ ദിവസം തന്നെ ജിബ്രീൽ വന്നിട്ട് ഈ സ്വഹാബിയെ കുറിച്ച് പറഞ്ഞു കൊടുത്ത ആയത്താണ് ഞാൻ നേരത്തെ ഓതിയത്, സൂറത്തുൽ ഹശ്റിന്റെ 9-ാമത്തെ ആയത്ത്. റസൂലേ, അങ്ങയുടെ അനുയായികൾ വല്ലാത്ത അനുയായികളാണ് കേട്ടോ, വല്ലാത്ത അനുയായികളാണ്. വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഹശ്റിലെ ആയത്ത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയതാണ്. പ്രിയപ്പെട്ടവരെ, നോക്ക് നിങ്ങൾ, മുസ്ലിങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് സൂറത്തുൽ ദഹറിലൊക്കെ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന ആയത്താണ്. എന്താണ് അല്ലാഹു പറഞ്ഞത്? ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم ولقاهم نضرة وسرورا. പാവപ്പെട്ടവർക്കും തടവുകാർക്കും അടിമകൾക്കും ഒരു നിർലോഭം ഭക്ഷണം നൽകുന്നവരാണവർ. എന്നിട്ട് അവരുടെ ആ ദാനത്തിന്റെ ഉദ്ദേശം എന്താണ്? ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്, അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാണ്, അല്ലാഹുവിന്റെ റിദക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ ഭക്ഷണം നൽകുന്നത്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ, ഒരു നന്ദി വാക്കോ ഒരു പ്രത്യുപകാരമോ നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ട. ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ, ഞങ്ങളുടെ റബ്ബിൽ നിന്നുള്ള മുഖം ചുളിഞ്ഞു പോകുന്ന, ഭയപ്പെട്ടു പോകുന്ന, പേടിച്ചു പോകുന്ന, അരണ്ടു പോകുന്ന മഹാദിവസത്തെ ഞങ്ങൾ ഇതാ ഭയപ്പെടുകയാണ്. മാനവകുലം മുഴുവൻ പേടിച്ചരണ്ട് ഭയവിഹ്വലരായി നിൽക്കുമ്പോ അള്ളാഹു അവരുടെ മുഖങ്ങളെ അതാ ശർറിൽ നിന്ന് രക്ഷിക്കുകയാണ്. വലഖാഹും നദ്റതൻ വസുറൂറാ,
എന്നിട്ട് അവരുടെ ആ മുഖത്തേക്ക് സന്തോഷവും സമാധാനവും ശാന്തിയും തെളിമയും പുഞ്ചിരിയും പടച്ചറബ് അവർക്ക് ഇട്ടുകൊടുക്കുകയാണ്. എന്താ കാരണം? സ്വന്തം ആവശ്യത്തെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യത്തെ പരിഗണിച്ച്, സ്വന്തം വിശപ്പിനേക്കാൾ മറ്റുള്ളവരുടെ വിശപ്പിനെ പരിഗണിച്ച്, സ്വന്തം ദാരിദ്ര്യത്തെക്കാൾ മറ്റുള്ളവരുടെ ദാരിദ്ര്യത്തെ പരിഗണിച്ച്, സ്വന്തം ഇല്ലായ്മയേക്കാൾ മറ്റുള്ളവരുടെ ഇല്ലായ്മയെ പരിഗണിച്ച് അവരെ ചേർത്ത് പിടിച്ച് ജീവിതത്തിൽ ധന്യമായ അധ്യായങ്ങൾ രചിച്ചതുകൊണ്ട് അവരുടെ മുഖങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തിന്റെ തെളിമ ഖിയാമത്ത് നാളിൽ ഇട്ടുകൊടുത്തു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു വറ്റുപോലും വേസ്റ്റ് ആക്കുമ്പോൾ, ഒരു വറ്റുപോലും വെറുതെ കളയുമ്പോൾ നമ്മൾ അറിയുക, നമ്മൾ ചെയ്യുന്നത് ലോകത്ത് പട്ടിണി കിടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ ചോരന്റെ മേലെയാണ് നമ്മൾ ചവിട്ടുന്നത് എന്ന ബോധം നമുക്ക് വേണം. ഭക്ഷണം അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്, വലിയ അനുഗ്രഹമാണ്. പട്ടിണി അല്ലാഹുവിന്റെ വലിയ പരീക്ഷണവുമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിൽ നിന്ന് മാത്രമാണ് റിസ്ക് കിട്ടുക, ഒരാൾക്ക് അത് തരാൻ പറ്റൂല. പട്ടിണിയും അല്ലാഹുവിൽ നിന്ന് മാത്രമാണ്, ഒരാൾക്ക് അത് തരാൻ പറ്റൂല. ശരിക്കും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു ആയത്തിന്റെ അല്ലാഹു പറയാൻ, വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ. ഒരു ജീവി, ഒരു ഉറുമ്പോ, ഒരു ഈച്ചയോ, ഒരു പാറ്റയോ പോലും ദുനിയാവിലില്ല. അതിന്റെ റിസ്ക് അല്ലാഹുവിന്റെ ഉത്തരവാദിത്തമായിട്ടല്ലാതെ. എത്രങ്ങാനും ഭക്ഷണം കഴിക്കുന്ന ജീവികൾ ലോകത്തുണ്ട് എന്നാണ് പ്രിയപ്പെട്ടവർ. നിങ്ങൾക്കറിയോ, ഒരു ബ്ലൂ വെയിൽ, ഒരു നീലത്തിമിംഗലം 4 ടണ്ണ് ഭക്ഷണം കഴിക്കുന്ന ഒരു ദിവസം, 4 ടണ്ണ് ഭക്ഷണം, 4000 കിലോ ഭക്ഷണം ഒരു ദിവസം കഴിക്കുന്നതാണ്. ഏകദേശം ഹ്യൂമൻ സർവൈലൻസിൽ തന്നെ 25,000-ഓളം നീലത്തിമിംഗലങ്ങൾ വിട്ടിട്ടുണ്ട്. ലോകത്തിന്റെ പല സമുദ്രങ്ങളിലായിട്ട് 25,000-ഓളം നീലത്തിമിംഗലങ്ങൾ ഹ്യൂമൻ സർവൈലൻസ് തന്നെ പെട്ടിട്ടുണ്ട്. നോക്ക്, ഒരു ദിവസം 10 കോടി കിലോ ഭക്ഷണം നീലത്തിമിംഗലത്തിന് മാത്രം വേണം. ആരാ കൊടുക്കുന്നത്? ആരാ കൊടുക്കുന്നത്? മനുഷ്യന്റെ ടെക്നോളജിയാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് പടച്ചോ കൊടുക്കാണ്? 10 കോടി കിലോ ഭക്ഷണം നീലത്തിമിംഗലത്തിന് മാത്രമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ നാട്ടില് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മുതല, ആ മുതല ഒറ്റയടിക്ക് 23 കിലോ ഭക്ഷണം കഴിക്കും. 23 കിലോ മാംസം പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മുതല ഒറ്റയടിക്ക് കഴിക്കും. എത്ര ലക്ഷക്കണക്കിന് മുതലകളുണ്ട്. ഈ മുതലകൾക്ക് മുഴുവൻ തിന്നാൻ കൊടുക്കുന്ന ആരാണ്? ഈ മുതലകൾക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കുന്ന ആരാണ് പ്രിയപ്പെട്ടവരെ? പൂർണ്ണ വളർച്ചെത്തിയ പാണ്ടുണ്ടല്ലോ, പാണ്ട നമ്മൾ കാണുന്ന ക്യൂട്ട് പാണ്ടുണ്ടല്ലോ, പുറത്തിങ്ങനെ വെള്ളയും കറുപ്പൊക്കെ ആയിട്ട് കാണാൻ നല്ല രസമുള്ള ആ പൂർണ്ണ വളർച്ചെത്തിയ ഒരു പാണ്ട ഒറ്റയടിക്ക് 18 കിലോ ഭക്ഷണം കഴിക്കും ഒരു ദിവസം. 18 കിലോ ഭക്ഷണം. എത്ര ലക്ഷക്കണക്കിന് പാണ്ടകളുണ്ട്. ഇവറ്റകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് ആരാണ് പ്രിയപ്പെട്ടവർ? അതുപോലെ തന്നെ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ആഫ്രിക്കൻ ആന ഒരു ദിവസം 136 കിലോ ഭക്ഷണം കഴിക്കും. 136 കിലോ. 4.5 ലക്ഷത്തോളം ആഫ്രിക്കൻ ആനകൾ മനുഷ്യന്റെ കണക്കിൽ തന്നെ പെട്ടിട്ടുണ്ട്. ഏകദേശം 61 കോടി കിലോ ഭക്ഷണം ആഫ്രിക്കൻ ആനക്ക് മാത്രം വേണം. ആരാ ഇത് നട്ട് നനച്ചുണ്ടാക്കുന്നത്? ആരാ ഇത് കൊടുക്കുന്നത്? മനുഷ്യൻ പോയിട്ട് വെള്ളം ഒഴിച്ചിട്ടാണോ ആഫ്രിക്കൻ ആനകൾക്ക് ഭക്ഷണം കിട്ടുന്നത്? നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് പറയാൻ, ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്, ഫല്യൻദുരിൽ ഇൻസാനു ഇലാ തുആമി, മനുഷ്യൻ അവന്റെ ഭക്ഷണത്തിലേക്കൊന്ന് നോക്കട്ടെ. അന്നാ സബബനൽ മാഅ സബ്ബാ, എപ്രകാരമാണ് നാം മഴയെ വർഷിപ്പിച്ചത്. എന്നിട്ട് എപ്രകാരമാണ് ഭൂമിയിൽ സൂക്ഷ്മമായ വിള്ളലുകൾ ഞാൻ ഉണ്ടാക്കിയത്. എന്നിട്ട് ഒരുപാട് ധാന്യങ്ങൾ, എത്ര ടൺ കണക്കിന്, ട്രില്യൺ കണക്കിന്, ബില്യൺ കണക്കിന് ചോറും അരിയുമാണ് മനുഷ്യൻ മാത്രം കഴിക്കുന്നത് പ്രിയപ്പെട്ടവരെ. നാമാണ് ആ ധാന്യത്തെ മുളപ്പിച്ചുണ്ടാക്കുന്നത്. പഴവർഗ്ഗങ്ങളും മുന്തിരികളും, ഈത്തപ്പഴങ്ങളും അതുപോലെ തന്നെ സൈത്തൂനുമെല്ലാം, ഇടതൂർന്ന തോട്ടങ്ങളും, പുൽമേടുകളും പഴവർഗ്ഗങ്ങളുമെല്ലാം. എന്തിനു വേണ്ടിയാണത്? നിങ്ങൾക്കും കന്നുകാലികൾക്കും ഭക്ഷണമായി കൊണ്ട് ഇക്കണ്ട സാധന സാമഗ്രികളും പച്ചക്കറി പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും പുൽമേടുകളും മേച്ചിൽപ്പുറങ്ങളുമെല്ലാം ഉണ്ടാക്കുന്നവൻ, സംവിധാനിക്കുന്നവൻ, നൽകുന്നവൻ നാമാണ്. അള്ളാഹുവിന്റെ മാത്രം പ്രൊപ്രൈറ്റർഷിപ്പാണ്. അത് ഒരാൾക്കും കൈകടത്താൻ പറ്റൂല പ്രിയപ്പെട്ടവരെ. മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം മാത്രം ഒറ്റ ദിവസം മനുഷ്യൻ 19 മുതൽ 20 കോടി വരെയുള്ള ചിക്കൻ കഴിക്കുന്നുണ്ട് ലോകത്ത്.
ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ കണക്ക് പ്രകാരം നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ചെറിയ ചെറിയ ഫാമുകളൊന്നും ഈ കണക്കിൽ പെടൂല. അവരുടെ കണക്കിൽ, അവരുടെ സർവേയിൽ, അവരുടെ കണക്കിൽ വന്ന ഫാമുകളുടെ എണ്ണാണ് പറഞ്ഞത്. ഇതിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും. എത്ര? ഒറ്റ ദിവസം 19 കോടി മുതൽ 20 കോടി വരെയുള്ള ചിക്കന് മനുഷ്യൻ സ്ലോട്ടർ ചെയ്യുന്നുണ്ട്, അറുക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലിൽ പോയാൽ ഇന്ന് ഷവായ ഇല്ല. എന്താ കാരണം? ചിക്കൻ കിട്ടാനില്ല. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇന്ന് അൽഫാമില്ല, ചിക്കൻ കിട്ടാനില്ല. ഓരോ ദിവസവും പുതിയ പുതിയ ഐറ്റംസ് ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ഒരു പഞ്ഞമില്ല. ഒറ്റ ദിവസം 11,000-ഓളം പോത്തുകൾ ലോകത്ത് അറുക്കപ്പെടുന്നുണ്ടെന്നാണ് FAOയുടെ കണക്ക്. FAOയുടെ കണക്കിൽപ്പെട്ടത് 11,000 പോത്തുകളെ ഒറ്റ ദിവസം അറുക്കുന്നുണ്ട്. എന്നിട്ട് പോത്തിന് വല്ല ക്ഷാമമുണ്ടോ പ്രിയപ്പെട്ടവരെ? പോത്തില്ലാത്തതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ബീഫ് കഴിക്കൽ നിർത്തിയിട്ടുണ്ടോ? 1900-ൽ 160 കോടിയാണ് മനുഷ്യൻ്റെ ജനസംഖ്യ. 1900-ൽ 1-ാം നൂറ്റാണ്ട് 2025 എത്തുമ്പോഴേക്ക് 800 കോടിയിലധികമായി മനുഷ്യൻ്റെ ജനസംഖ്യ. ഈ ജനസംഖ്യ ഇങ്ങനെ അടിച്ചു കൂടുമ്പോൾ ചില മണ്ടന്മാർ കൊണ്ട് പറഞ്ഞിരുന്നു, കഴിക്കാൻ ഭക്ഷണം ഉണ്ടാവില്ല കേട്ടോ, ഇവിടെയുള്ള റിസോഴ്സൊക്കെ തീർന്നു പോവും, ഇവിടെയുള്ള ഫുഡൊക്കെ തീർന്നു പോവും, കഴിക്കാൻ ഭക്ഷണം ഉണ്ടാവില്ല, പോപ്പുലേഷൻ കൺട്രോൾ വേണം, ജനസംഖ്യാ നിയന്ത്രണം വേണം. പക്ഷേ 2025 എത്തുമ്പോൾ നമ്മൾ കാണുന്ന എന്താണ്? എൻ്റെ മുന്നിലിരിക്കുന്ന പ്രായമുള്ള ആളുകൾക്കറിയാം, പണ്ടൊക്കെ ഒരു ചിക്കൻ കഴിക്കാന്ന് പറഞ്ഞാൽ ഉസ്താദ്മാർ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വരണം. എന്നിട്ട് അവർക്ക് ചിക്കൻ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വല്ല ചെറിയ പീസോ ബാക്കിയൊക്കെ കിട്ടിയാലായി. അല്ലെങ്കിൽ ഒരു മട്ടൻ കഴിക്കണമെങ്കിൽ, ഒരു ബീഫ് കഴിക്കണമെങ്കിലൊക്കെ വല്ല ആണ്ടിയും ചങ്കരാണ്ടിക്കൊക്കെയാണ് കഴിക്കുക. പക്ഷെ ഇന്ന് ബീഫും ചിക്കനും ഇല്ലാത്ത ദിവസമില്ല. എന്തെങ്കിലും കുറവുണ്ടോ? 20-ാം നൂറ്റാണ്ടിലുണ്ടായ ഹരിത വിപ്ലവത്തിലൂടെ കൃഷിയും അതുപോലെ തന്നെ ഈ ലൈഫ് സ്റ്റോക്കും എല്ലാം വല്ലാണ്ട് അങ്ങോട്ട് വർദ്ധിച്ചു. മനുഷ്യന് ആമാശയം മാത്രമല്ല പഠിച്ചും കൊടുത്തത്, അവന് തലച്ചോറും കൊടുത്തിട്ടുണ്ട്. മനുഷ്യന് ഗർഭപാത്രം മാത്രമല്ല അല്ല കൊടുത്തത്, തലച്ചോറും കൊടുത്തിട്ടുണ്ട്. ആ തലച്ചോറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളർച്ചയും ഉയർച്ചയും മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. മതഅല്ലക്കും വലി അൻആമിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഭക്ഷണം കഴിക്കാൻ. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അല്ലാഹുവിന്റെ മേലെയാണ് റിസ്ക്. ഒരു ജീവജാലം ഇവിടെ ജനിച്ചു വീഴുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസ്ക്കിൻ്റെ ഉത്തരവാദിത്വം പടച്ചവൻ്റെ മേലെയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ റിസ്ക്കിന് നീ ഒരിക്കലും തടഞ്ഞു വെക്കില്ല റബ്ബേ. അല്ലാഹുവേ, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമായി പട്ടിണി അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ പട്ടിണി മാറ്റി കൊടുക്കണേ അല്ലാഹു. അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ, ഭക്ഷ്യദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്, 1, ഭക്ഷണം ഒരിക്കലും വേസ്റ്റാക്കാതിരിക്കുക. 2, നമ്മുടെ വിശപ്പ് പോലെ തന്നെ മറ്റുള്ളവരുടെ വിശപ്പും പരിഗണിക്കാൻ ശ്രമിക്കുക. നമ്മുടെ സഹോദരങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ ധൂർത്ത് നമ്മൾ ഒഴിവാക്കുക. ധൂർത്ത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധവും അള്ളാഹുവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദികേടുമാണ്. 3, ഭക്ഷണം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുക, അതിന് നന്ദി ചെയ്യുക, അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല നന്ദിയുള്ള അടിമകളായി നമ്മെ ഏവരെയും മരണം വരെ നിലനിർത്തുമാറാകട്ടെ.